ഇന്ന് ചോറിന് നല്ല പരിപ്പും ചീരയൊക്കെ ഇട്ടിട്ട് കറിയും കുറച്ച് ലിവർ പൊരിച്ചോണ്ട് കേട്ടോ. അത് കഴിക്കട്ടെ. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കുന്ന പരിപാടി എന്താ വെച്ചാൽ കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് പൊരിച്ചെടുക്കണം. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട്, കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ മുളക് പൊടി, ഉപ്പ് എന്തായാലും വേണമല്ലോ. പിന്നെ കുറച്ച് കടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറിയ ഉള്ളിയായിട്ട് ഞാൻ അരിഞ്ഞ് ചേർത്ത് അതൊരു പ്രത്യേക ടേസ്റ്റാണ്. നന്നായിട്ട് അങ്ങോട്ട് കുഴച്ച് മിക്സാക്കുക. ചെറിയ ഉള്ളി നൈസാക്കി അരിഞ്ഞാൽ മതി. അതൊന്ന് ഒരു ചെറിയ ഉള്ളി ഒരു കരിയുന്ന ഒരു ടേസ്റ്റ് അല്ലല്ലോ, ആ ഒരു ലെവലിലെത്തുന്ന നല്ല ടേസ്റ്റാണ്. അത് കുറച്ച് എന്താ പറയുക വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് പൊരിച്ചെടുക്കുക. ഷാലോ ഫ്രൈ മതി, ഡീപ് ഫ്രൈ ഒന്നും ചെയ്യണ്ട. ചിക്കൻ ലിവറല്ല, വലിയ വേവൊന്നുള്ള സാധനമൊന്നും അല്ലല്ലോ. അത് അങ്ങനെ അങ്ങോട്ട് പരത്തി അങ്ങോട്ട് വെക്കാം. ഇനിയിപ്പോൾ ചെറിയുള്ളിന് ആ ഒരു ഡാർക്ക് ടേസ്റ്റ് വേണേൽ പറയാം. അത് ഇഷ്ടമല്ലാത്തവർക്ക് ചെറിയുള്ളിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്താലും മതി. ഇത് ആ ചെറിയുള്ളിക്ക് ഒന്ന് ഓവറായിട്ട് വേവുന്നൊരു ഫ്ലേവർ ഉണ്ടല്ലോ, നല്ലൊരു ടേസ്റ്റാണ്. കുറച്ച് കറിവേപ്പിലും കൂടെ അതിൻ്റെ മുകളിൽ അങ്ങോട്ട് ചേർത്ത് മൂടി അവിടെ വെക്കുക. വളരെ പെട്ടെന്ന് തന്നെ അതൊരു കളറൊക്കെ മാറി അങ്ങോട്ട് വെന്ത് തുടങ്ങും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ച് 2 തവണ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടാൽ പരിപാടി കഴിഞ്ഞു. ഓവർ മസാല ഒന്നും ചേർക്കാതെ ആ ഒരു ചിക്കൻ ലിവറിൻ്റെ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് ഇല്ലേ, ആ ലെവലിലാണിത് ഞാൻ ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. വേണമെങ്കിൽ കുറച്ച് ചിക്കൻ മസാല അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർത്ത് കുറച്ച് ഗ്രേവി ടൈപ്പൊക്കെ ആക്കി പല രീതിയിൽ ചെയ്യാമല്ലോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാമല്ലോ, നമ്മളെ ടേസ്റ്റിൽ വേണ്ടത്. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുള്ളൊരു സാധനം കണ്ടല്ലേ. മൂടി വെച്ച് വേവിച്ചാൽ ഇങ്ങനെ സോഫ്റ്റായിട്ട് വരും. തുറന്ന് വെച്ചാൽ കുറച്ചത് നല്ലൊരു എന്താ പറയുക ഒരു ക്രിസ്പി ലെവലിലേക്ക്, ക്രിസ്പി അല്ല ആ ഒരു ഇത് ലെവലിലേക്ക് വരണമല്ലോ. ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വിടാം. അതിനിടയ്ക്ക് 1-2 വർഷം ഞാൻ പെറുക്കി തിന്നും ചെയ്തു കിട്ടും. അങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റി കുറഞ്ഞത് ഇതാ. ആ ഉള്ളി ആ ഇഞ്ചിയൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്ന് നമ്മളെ ചിക്കൻ ലെവറൊക്കെ കറക്റ്റ് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും പണിയുള്ളൂ. നമുക്ക് മഴക്കാലത്ത് ഇങ്ങനത്തെ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അടിപൊളിയല്ലേ. കുറച്ച് ഇറക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി മുകളിൽ ചേർത്ത് ഇങ്ങോട്ട് ഫ്രഷ് കുരുമുളക് ടേസ്റ്റ് ഒരു നല്ല രസമാണ്. ചോറിൻ്റെ കൂടെ അങ്ങോട്ട് കൂട്ടി കഴിക്കുക. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറിന് നമ്മളെ പരിപ്പും ഒരു ചീരല്ലേ, നമ്മൾ വീട്ടിലൊക്കെ പറമ്പിലൊക്കെ ഉണ്ടാകും, ഒരു ചെറിയ കൊഴുപ്പുള്ള ചീര, പേര് എനിക്കറിയില്ല, അതും ഇട്ടൊരു കറി ഉണ്ട് കേട്ടോ. ഇതിനൊരു ഉപ്പേരി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ സൈഡിൽ കുറച്ച് ചിക്കൻ ലിവർ എടുത്ത് വെച്ച് അങ്ങോട്ട് കഴിക്കാം. അടിപൊളിയാണ്. ഇങ്ങനത്തെ ചെറിയ കോമ്പിനേഷൻസൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ, നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ചിക്കൻ ലിവർ ഇഷ്ടമല്ലാത്തൊരു പോട്ടെ, കുറേ പേർക്ക് ഇഷ്ടമല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയുണ്ട് സാധനം? സെറ്റാ. പല ആൾക്കാർക്കും ഇഷ്ടമല്ലല്ലോ മട്ടൺ ലിവർ ആയാലും ബീഫ് ലിവർ, ആ ലിവറിന് വേറെ ഒരു ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ചില ആൾക്കാർക്കൊന്നും അത് ഇഷ്ടം, നമുക്കതൊക്കെ ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഈ വെജിറ്റബിൾസൊക്കെ കൂട്ടി അതുകൊണ്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ കോഴിപ്പാട്സ് നമുക്ക് കറി വെച്ചാലും ഒരു ടേസ്റ്റ് അല്ലേ, നമുക്ക് മസാലയൊക്കെ ഇട്ട് ഗ്രേവി ഒക്കെ എങ്ങനെ വേണേൽ ചെയ്യാം. വീഡിയോ കാണാം, അടുത്ത വീഡിയോ കാണാം.